സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരു ചെറുപ്പക്കാരോ പ്രായമായവരോ ഒന്നും ഇന്ന് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പരീക്ഷണ വേദിയാണ്. ആ പരീക്ഷണ വേദിയിൽ ധാരാളം ഫിത്നകളുണ്ടാകും, ധാരാളം നന്മ സമ്പാദിക്കാൻ പറ്റും. പാപങ്ങൾ കൂട്ടമായിട്ട് വരുമ്പോൾ പാപങ്ങളെ ശേഖരിക്കാനും പാപിയായിട്ട് മാറാനൊക്കെ പറ്റുന്ന വലിയൊരു മാധ്യമമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു മേഖല കൂടിയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ട് ഞാനടക്കമുള്ള നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാവുകളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ നിയന്ത്രണമാണ്. അത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ പോലും അത് വളരെ ബാധകമാണ്. വാക്കുകളൊക്കെ സൂക്ഷിക്കണം. അള്ളാഹ് പറയുന്നുണ്ട്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പോലും അത് ഉച്ചരിക്കുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന 2 ദൂതന്മാരുണ്ട്, റഖീബും അതീദും. നമ്മൾ പറയുന്നത് എന്താണോ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രേഖപ്പെടുത്താതെ നിങ്ങൾ ഒരു വാക്കും ഒഴിയാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് അതിൻ്റെ ആശയം പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുമ്പോൾ അത് കാരണമായി അവൻ നരകത്തിൽ വീഴപ്പെടുമെന്ന് ഹദീസിലൊക്കെ കാണാൻ പറ്റും. അതായത് മോശം വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ അത് മോശമാണെങ്കിൽ അവൻ നരകത്തിലേക്ക് വീഴും, നല്ലത് പറയുകയാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളിടുന്ന കമൻറ്റുകൾ, നമ്മളിടുന്ന പോസ്റ്റുകൾ, ഷെയറുകൾ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു. കാരണം അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളാണ്, നമ്മുടെ അമലുകളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ അമലുകളൊക്കെ രേഖപ്പെടുത്തപ്പെടും. നമ്മൾ എന്ത് കമൻ്റ് ഇട്ടോ, നമ്മൾ എന്ത് പോസ്റ്റാണോ ഷെയർ ചെയ്യുന്നത്, ആ പോസ്റ്റിൽ ഹറാമിൻ്റെ ഒരു ശകലമുണ്ടെങ്കിൽ പോലും രേഖപ്പെടുത്തപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന കണ്ടൻറ് എന്താണോ അത് രേഖപ്പെടുത്തപ്പെടും. അത് അറിയാതെയാണെങ്കിൽ പോലും അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തെറ്റിനെ തിരുത്തണം. മാത്രമല്ല മറ്റുള്ളവരെ അപമാനിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ട്രോൾ ചെയ്തുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് വലിയ പാപമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. ഒരു മുസ്ലിമായ മനുഷ്യന് ആദർശം, അഭിമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ, മറ്റുള്ളവൻ്റെ ജീവിതത്തിന് ഹാനി വരുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണവും നടത്താൻ അവകാശമായിട്ട് ഇസ്ലാം കൊടുക്കുന്നില്ല. അതൊക്കെ വലിയ പാപമായിട്ട് മറ്റുള്ളവൻ്റെ അഭിമാനം സംരക്ഷിക്കണമെന്ന് തൻ്റെ അവസാന വിദാഇൻ്റെ പ്രസംഗത്തിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മറ്റുള്ളവൻ്റെ രക്തം, മറ്റുള്ളവൻ്റെ അഭിമാനം അതൊക്കെ അമാനത്താണ്. അതൊരിക്കലും തകർക്കുന്ന രൂപത്തിൽ ഒരു പ്രതികരണമാകട്ടെ, ഒരു പ്രയോഗമാകട്ടെ, ഒരു ലൈക്കാവട്ടെ, ഒരു കമൻ്റാകട്ടെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ഈബത്ത്, പരദോഷമെന്ന് പറയുന്ന എല്ലാവരുടെയും കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപവാദം പരത്തുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. വലാ യഅ്തബ് ബഅ്ദുകും ബഅ്ദാ എന്ന് വിശുദ്ധമായ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ഈബത്ത് പറയരുതേ, പരദോഷം പറയരുത് എന്നാണ്. അതായത് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും, നിൻ്റെ സഹോദരനെ അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയുന്നത് ഈബത്താണ്. നമ്മളൊക്കെ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ, ഒരാളെ ട്രോൾ ചെയ്യുമ്പോൾ അവൻ ഇഷ്ടപ്പെടാത്തത് എന്താണോ അതാണ് നമ്മൾ ചെയ്യുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഈബത്താണ് എന്ന് വിശുദ്ധമായ ഹദീസ് പറയാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ സമീപകാലത്ത് നിന്ന് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന്, സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തുകൊണ്ട് അപമാനിക്കുക ഇന്ന് വളരെ വ്യാപകമായിട്ട് നടക്കുന്നതാണ്. ഒരാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, തന്നോട് പറഞ്ഞ ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത്. സ്ക്രീൻഷോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരാൾ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ്. ഈബത്തിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റിയിട്ടില്ല. ആ മനുഷ്യൻ്റെ, ആ സഹോദരൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിൽ വെച്ചിട്ട് നമ്മളൊക്കെ സമാധാനം പറയേണ്ടി വരും. അതുപോലെ തന്നെ ഒരാളുമായിട്ട് വ്യക്തിപരമായിട്ട് നടന്നിട്ടുള്ള ഒരു തെറ്റിനെ, ആ തെറ്റ് എത്ര മോശമാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് അപമാനിക്കുക, അയാളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ, അയാളുടെ അഭിമാനം അയാളുടെ എത്രത്തോളം കെട്ടിപ്പടുത്തിട്ടുണ്ടാകും അതിനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പരിഹസിക്കുക, അയാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുക. അത് എന്ത് വലിയ തെറ്റ് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരിക്കൽ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് ഏത് കേസാണെങ്കിൽ പോലും അത്തരത്തിൽ ഒരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്താൻ ഒരിക്കലും നമുക്ക് അർഹതയില്ല. മറ്റൊന്ന്, ഒരു വ്യക്തിയെ ടാഗ് ചെയ്തുകൊണ്ടും മറ്റൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ അപകീർത്തിപ്പെടുത്തുക. ഇപ്പം ഒരു ന്യൂജൻ ട്രെൻഡാണ്, അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അത് തമാശയ്ക്ക് ചെയ്യുന്നതാണ്. തമാശയ്ക്ക് ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളുടെ അഭിമാനം വെച്ചുകൊണ്ടുള്ള ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അപമാനപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മെൻഷൻ ചെയ്തുകൊണ്ടും ഒരു മോശം കാര്യത്തിലൊക്കെ മെൻഷൻ ചെയ്യുക, അവൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നല്ലേ. ഇതിനൊക്കെ ഖബറിൽ വ്യക്തമായ വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് എന്ന് നമുക്ക് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഈ വ്യാജ വാർത്തകൾ, കള്ളൊക്കെ പ്രചരിപ്പിക്കാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഫതബയ്യനു,
നിങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശരി വെക്കണം. ശരി വെച്ചതിന് ശേഷമാണ് നിങ്ങൾ അതിൻ്റെ മറ്റുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ശരിയാണെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഒരു മനുഷ്യന് കള്ളക്കാരനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാം കേൾക്കുക, എല്ലാം പറയുക, ഇങ്ങനെ ഒരു ജീവിയായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളെ കള്ളൻ അല്ലെങ്കിൽ അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന രൂപത്തിലേക്ക്, മറ്റുള്ളവർ ചിന്തിക്കുന്ന രൂപത്തിലേക്ക്, കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് പ്രാങ്ക് ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ പുലി വന്നപ്പോഴും ആളുകൾ അയാളെ കണ്ടത് അയാൾ കള്ളം പറയുകയാണ്, പ്രാങ്ക് ചെയ്യുകയാണെന്ന്. എന്നിട്ട് ആ വന്ന പുലി ഇയാളെ ആക്രമിച്ച് ഇയാളെ കൊന്നുകൊണ്ട് മടങ്ങിപ്പോയി എന്നാണ്. അപ്പം നമ്മൾ ജനങ്ങളെങ്ങനെ പറ്റിച്ച് ആളുകൾ പിന്നെ നമ്മുടെ വാക്കിന് നയാ പൈസയുടെ വില, 1 രൂപയുടെ വില പോലും തരൂല. അതുകൊണ്ട് പരിശോധിക്കാതെ ഒരിക്കലും നമ്മളൊരു കാര്യത്തെ ഷെയർ ചെയ്യുകയോ പങ്കുവെക്കുകയോ ചെയ്യാൻ പാടില്ല. വ്യാജ ന്യൂസൊക്കെ സമൂഹത്തിൽ കലാപം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റാണ് കൂടുതൽ നടക്കാറുള്ളത്. ഒരാൾ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും ചിലപ്പോൾ അയാളുടെ പേര് മാറിയിട്ടുണ്ടാകും, വേറെ ആളായിരിക്കും എങ്കിൽ അയാളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വ്യാജ ന്യൂസ് വരുമ്പോഴേക്കും അയാളുടെ കുറ്റങ്ങളും കുറവുകളും അയാളുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനത്തെ പിച്ച് ചീന്തുന്ന, സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല കണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന പാപങ്ങൾ, ഹറാമായ കണ്ടൻറ്റുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് മുഅ്മിനീങ്ങളോട് പറയുന്നുണ്ട്, ഖുല്ലിൽ മുഅ്മിനീന യഉല്ലൂ മിൻ അബ്സാരിഹിം, വിശ്വാസികളോട് കണ്ണ് താഴ്ത്താൻ വേണ്ടിയിട്ട് നബിയെ അങ്ങ് നിർദ്ദേശിക്കണേ. ഒരു ഹറാമ് കാണുമ്പോൾ അവിടെ കണ്ണിനെ താഴ്ത്തിക്കൊണ്ട് ഹറാമിനെ മെയിൻറ്റ് ചെയ്യാത്ത രൂപത്തിൽ അശ്ലീലമായ വീഡിയോകളാകട്ടെ, അനാചാരമായിട്ടുള്ള ചിത്രങ്ങളോ, നിരോധിക്കപ്പെട്ട മറ്റു എന്ത് ബന്ധങ്ങളാകട്ടെ, അത്തരത്തിൽ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടൻ്റ് ആകട്ടെ, ഹറാമിൻ്റെ വ്യഭിചാരത്തിൻ്റെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ കണ്ണിനെ താഴ്ത്തിക്കൊണ്ട്, അത്തരം കണ്ണുകൾക്കും സിന ഉണ്ട് എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ ഓർത്തുകൊണ്ട് കണ്ണിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആ പാപങ്ങളൊക്കെ സൂക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമൊന്നുമല്ല, സ്ത്രീകളായ മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, അവരുടെ ലജ്ജയെ സംരക്ഷിക്കണം. അല്ലാഹു പറയുന്നുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന, അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ സൗന്ദര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നഗ്നതയൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നു. തലമറക്കാത്ത ഫോട്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തലമറക്കൊരു സ്ത്രീയുടെ അലങ്കാരമാണ് മുടി, പക്ഷേ ആ അലങ്കാരത്തെ കാണേണ്ട കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പൊതുസമൂഹത്തിന് അത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. നമുക്കറിയാം, വസ്ത്രമെന്ന് പറയുന്നത് നഗ്നത മറക്കാൻ വേണ്ടിയിട്ടാണ്. വസ്ത്രത്തിൻ്റെ ഒരു പ്രയോഗശുദ്ധി അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്ന ശരീരം മറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശരീരം മറയാത്ത രൂപത്തിൽ വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നത് ആശയപരമായിട്ട് അതിൻ്റെ ലക്ഷ്യത്തിന് എന്തോ ഒരു പിഴവുണ്ട് എന്നർത്ഥം. ശരീരം മറക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം, അല്ലാതെ ശരീരം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല വസ്ത്രം ധരിക്കേണ്ടത്. അതേപോലെയുള്ള ഫോട്ടോ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അപ്രാപ്യമായ രീതിയിലൊക്കെ ഫോട്ടോ എടുക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, വിവാഹത്തിൻ്റെതാകട്ടെ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹറാമായിട്ട് നമ്മുടെ മുടിയോ ഔറത്തോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിൻ്റെ ഇവിടെ നിങ്ങളുടെ സ്ത്രീകളുടെ ഇതൊക്കെ ഔറത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് പല ആളുകളും ഇത്തരത്തിലേക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവിടെ തുറന്നു കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റാണ്. ആ തെറ്റുകളൊക്കെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. നമ്മൾ മരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. മരിച്ചതിന് ശേഷവും ജനങ്ങൾ ഇത് കാണുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് വൈകാരികമായിട്ട് തോന്നലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം വിചാരം അവളെ പറ്റിയിട്ട് അവൾ ഇങ്ങനെയൊക്കെയാണോ, അവൾ നല്ല രൂപത്തിൽ ജീവിക്കേണ്ട വ്യക്തിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോശം രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മരിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബർസഹിയായ ഉഖ്റവിയായ ജീവിതത്തിൽ ഒരു തെറ്റായിട്ട് അത് രേഖപ്പെടുത്തപ്പെടും. മരിച്ചതിന് ശേഷം ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ അപമാനമാണ് എന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പുരുഷന്മാർ പ്രത്യേകം ഇടപെട്ടുകൊണ്ട് അന്യരായിട്ടുള്ള സ്ത്രീകൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, മാത്രമല്ല സ്വന്തം ഭാര്യ അതൊക്കെ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഹറാമായ കണ്ടൻറ്റുകൾ, ഹറാമെന്ന് പറഞ്ഞാൽ വെറും ഈബത്ത് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ മോശമായ ചില കാര്യങ്ങൾ മാത്രമുള്ള ചില ചാനലുകളോ മറ്റുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, വ്യക്തികളൊക്കെ ഉണ്ടാവും. അവരെ ഫോളോ ചെയ്യാൻ പോലും നമ്മൾ പാടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും മസ്ഊലിയത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ആഖിറത്തിൽ ചോദ്യം ചോദിക്കപ്പെടും. മാത്രമല്ല നമ്മൾ ആളുകൾ കാണാൻ വേണ്ടിയിട്ട്, ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നന്മയെ പ്രദർശിപ്പിക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഫവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലദീനഹും യൂൻ എന്ന് പറയുന്നുണ്ട്. നിസ്കരിക്കുന്നവർക്ക് സ്വർഗമല്ലേ വേണ്ടത്, എന്തിനാ നരകം? നിസ്കരിക്കുന്നവർക്ക് എന്തിനാ നരകം?
നിസ്കരിക്കുന്നവർക്കും നരകമോ? നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിസ്കാരം ശരിയായിട്ടില്ല എന്നർത്ഥം. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീനഹും യുറാഊൻ. അവർ നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുക മാത്രമല്ല, അല്ലദീനഹും യുറാഊൻ, ആളുകൾ ഓൻ നല്ലോണം നിസ്കരിക്കുന്നവനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക. ആളുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ പ്രദർശനത്തിൽ എന്തെങ്കിലും നന്മ കണ്ടുകൊണ്ട് അള്ളാൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറയുന്ന ആ നല്ല ശുദ്ധി നഷ്ടപ്പെടുന്ന രൂപത്തിൽ നിസ്കരിക്കുന്നവർക്കും നരകമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മാഊനിൽ അള്ളാഹ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രദർശനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കുക, മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നന്മകൾ ചെയ്യുമ്പോൾ ലൈക്കിനായിട്ട് മാത്രം ഇങ്ങനെ അത് ചെയ്യുന്ന രൂപത്തിലേക്ക് ആകരുത്. നന്മ ചെയ്യുമ്പോൾ ഒറ്റ ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നന്മ ചെയ്യാൻ പറ്റണം. സോഷ്യൽ മീഡിയയിലാകട്ടെ മറ്റുള്ള മേഖലയിലാവട്ടെ, നമ്മളൊരു നന്മ ചെയ്യൽ കൊണ്ട് ഒരാളും നമ്മെപ്പറ്റി മധുവൊന്നും പറയില്ല, പുകഴ്ത്തി പറയില്ല, എന്നാലും നന്മ ചെയ്യണം. ആരാധനകൾ മറ്റുള്ളവരെ കാണിക്കുന്ന രൂപമുണ്ടല്ലോ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആരാധന ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ദുരുദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ തർക്കങ്ങൾ, വിദ്വേഷങ്ങളൊക്കെ പ്രചരിപ്പിക്കാതെ പാടില്ല. വഖൂലൂലിന്നാസി ഹുസ്ന, ജനങ്ങളോട് മധുരമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുക, മനോഹരമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. കമൻറ്റുകൾ, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള വിദ്വേഷം, മതത്തിൻ്റെ പേരിൽ, സംഘടനയുടെ പേരിലുള്ള വിദ്വേഷങ്ങൾ, ഇതൊക്കെ ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അതിന് ഇസ്ലാമിൽ ഒരു തെളിവും കാണിച്ചു തരാനും പറ്റില്ല. മറ്റുള്ളവരുടെ മാംസം തിന്നുകൊണ്ട് അതിനെ ഒരു മനോഹരമായ ഒരു പേര് വെച്ചുകൊണ്ട് ആദർശമെന്നോ അല്ലെങ്കിൽ സംരക്ഷണമെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വെക്കുക എന്നുള്ളത് ശരീഅത്ത് അങ്ങനെ അനുവദിക്കുന്ന കാര്യമല്ല. വഖൂലൂ ലിന്നാസി ഹുസ്ന, അവിടെ അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ്, ജനങ്ങളെന്നാണ്. അത് ആരാണെങ്കിൽ പോലും അവരെ പറ്റിയിട്ട് നല്ല വാക്ക്, മധുര മനോഹരമായ വാക്ക് സംസാരിക്കുക. അയാളെ മോശപ്പെടുത്തിക്കൊണ്ട് അയാൾ വേറെ രാഷ്ട്രീയ ചേരിയിലാണ്, വേറെ മത പാർട്ടിയാണ്, പാർട്ടിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ മറ്റു മതത്തിൻ്റെ ഉള്ളിൽപ്പെടുന്ന ഒരു പാർട്ടിയിൽപ്പെട്ട ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അയാളുടെ മോശമായ പെരുമാറ്റം, ഇങ്ങനെ ഒന്നും ഒരു മുസ്ലിമായ മനുഷ്യന് ചെയ്യാൻ പറ്റൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നബി മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നബി തങ്ങൾ പറയുന്നുണ്ട്, ഇവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ഈ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞത്, അവനിങ്ങനെ ഈബത്തിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു എന്നാണ്. ഒരാളുടെ പരദോഷം പറഞ്ഞുകൊണ്ട് അയാളുടെ അഭാവത്തിൽ അയാൾ ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന ആളാണ്, ഇവൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വാക്കുകളും പോസ്റ്റുകളും നോക്കുകളും കമൻറ്റുകളൊക്കെ ഒരാളുടെ ഖബർ ജീവിതത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകളൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ടാണ് സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോൾ അത് മാന്യമായ രൂപത്തിൽ ഒന്നെങ്കിൽ അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ, കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ലതിനെ കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ലതിനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ ഹദീസ് പോലുള്ള നല്ല ഇസ്ലാം അനുവദിക്കുന്നതായിട്ടുള്ള, ഇസ്ലാം സുന്നത്ത് നിർബന്ധമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകളൊക്കെ കേൾക്കാനും അത് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ. നല്ല സന്ദേശം എന്ന് പറയുമ്പോൾ അതിൽ വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, നല്ല സന്ദേശമാണ്. നമ്മുടേതായിട്ടുള്ള ഹലാലായിട്ടുള്ള ഹറാമിൻ്റെ ഒരു സാന്നിധ്യം പോലുമില്ലാത്ത പോസ്റ്റുകൾ ഇടാൻ, ഇത്തരത്തിൽ നല്ലതിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ നല്ലത് കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രവർത്തനമായിരിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ ഹിദായത്തിലാണ്, ഖൈറിലേക്ക് ഹിദായത്തിനെ കൊണ്ടുവരുന്ന, ഖൈറായ ഒരു കാര്യത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന ആളുകൾക്ക് അവന് ആ ഖൈർ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരാളുടെ നന്മകളുടെ പൂന്തോട്ടമായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പാപങ്ങളുടെ ഒരു തീക്കുഴിയായിരിക്കും. നരകമെന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു അഗാധമായ ഗർത്തമായിരിക്കും. അതുകൊണ്ട് നന്മയുടെ പൂന്തോട്ടമാണോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പരിശോധിക്കണം. നന്മകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഓരോ ക്ലിക്കുകളും പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ നമുക്കെതിരെയായിട്ടോ നമുക്ക് അനുകൂലമായിട്ടോ സാക്ഷി നിൽക്കും. കാരണമുണ്ട്. അതിൻ്റെ കൃത്യമായ കാരണമെന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും എഴുതപ്പെടുന്നുണ്ട്, റഖീബും അതീതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അനുകൂലമായി സാക്ഷി നിൽക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി തൗഫീക്ക് നൽകണം. അള്ളാഹ്